ഗായ്സ്, നമ്മുടെ തിരുവോണ ദിവസം കഴിഞ്ഞുവെങ്കിലും തിരുവനന്തപുരംകാർക്ക് ഓണം കഴിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഒത്തിരി ഓണപരിപാടികളും ഓണം ഫെസ്റ്റൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിരിക്കുന്നത് തിരുവനന്തപുരം വേൾഡ് മാർക്കറ്റിലെ ഓണം മെഗാ എക്സ്പോ കാണാനാണ്. നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 100 രൂപയാണ്. അപ്പം നമ്മൾ ആദ്യമേ പോയി ഒരു ടിക്കറ്റ് എടുത്തു. പിന്നെ ഈ പ്രാവശ്യത്തെ എക്സ്പോയ്ക്ക് അവർ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഓണം അവതാർ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അവതാർ മൂവിയിലെ ഓരോ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആ ഒരു ഫീൽ വരുന്ന രീതിയിൽ എല്ലാ ലൈറ്റിങ്ങും വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ കയറിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവതാർ സ്പേസിൽ പോയതുപോലെ തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റിംഗ് ആണ് അതിൻ്റെ എടുത്ത് പറയേണ്ടത്. സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവതാറിലെ ക്യാരക്ടേഴ്സിനൊക്കെ അവർ മാനിക്യൂനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് അവർ ഈ ഒരു ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് 100 രൂപയാണ് റേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവതാർ സിനിമയിലെ പാണ്ടോറ വേൾഡ് കാണാൻ വേണ്ടിയിട്ട് ഇനി എങ്ങും പോണ്ട, നമ്മുടെ തിരുവനന്തപുരത്ത് വേൾഡ് മാർക്കറ്റിൽ വന്നാൽ മതിയാവും. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല സൂപ്പർ ഫാൻറ്റസി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കയറുമ്പോഴേ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ റീലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന പേജിനെ ടാഗ് ചെയ്യുമ്പോഴത്തേക്കിനും അവരൊരു പ്രൈസൊക്കെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യമുള്ളവർ നിറയെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒരു റീലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പേജിനെ ടാഗ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ അവതാർ ഷോ ഒക്കെ കണ്ട് ഇറങ്ങിയപ്പോഴാണ് അടുത്ത ഒരു എക്സിബിഷൻ കണ്ടത്. അതിൽ നിറയെ ഫിഷ് ഉണ്ടാവും, ബേർഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ടായിരുന്നു, ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, ഡോഗ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഫിഷിനെ ആയിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിലും വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നത് ബേർഡ്സ് ആണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബേർഡ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കേജ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാറ്റൊക്കെ ഉണ്ടായിരുന്നു. ക്യാറ്റൊക്കെ പാവം ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റെപ്റ്റൈൽസ് ആണ് ഇത്. അതിൻ്റെ കളറും ലൈറ്റിങ്ങും ആണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ജീവികളെയൊക്കെ കാണാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിൽ സെൽഫി സ്പോട്ട് ആയിരുന്നു കേട്ടോ എടുത്തത്. പാമ്പിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ തോളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പെറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറേ സ്റ്റോൾ അവൈലബിൾ ആയിരുന്നു അവിടെ. നമ്മുടെ ഫേർണിച്ചേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ടായിരുന്നേ അവിടെ. ഫുഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബജ്ജി, ഐസ്ക്രീം, പോപ്കോൺ, ക്യാൻഡി അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിക്കാനുള്ള പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തുക, അതുപോലെ തന്നെ ഗൺ ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗെയിംസ് കളിക്കാൻ നിന്നില്ല, എല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. അതുപോലെ തന്നെ കുറേ ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. അതുപോലെ അതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റും എടുക്കണം കേട്ടോ. അപ്പം ചെറിയ പിള്ളേർക്കൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ സൂപ്പറായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എക്സിബിഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഒത്തിരി വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കാണാനും അറിയാനും പറ്റുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഓണത്തിന് തിരുവനന്തപുരം ഓണം ഫെസ്റ്റിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്, ആസ്വദിക്കാനുണ്ട്, മേടിക്കാനുണ്ട്, കഴിക്കാനുണ്ട്, എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിഷിനെ ഇവിടുന്ന് മേടിക്കാം കേട്ടോ. ഒരു ഫിഷിന് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.